LDFന്റെ ഒരു സ്ട്രോങ് ഘടകകക്ഷിയായിട്ടുള്ള ജോസ് കെ മാണി ഗ്രൂപ്പ്, അവരുടെ കേരള കോൺഗ്രസ് എം, അവരിപ്പോ LDF അടഞ്ഞു നിൽക്കുന്നു എന്ന് കേൾക്കുന്നല്ലോ സർ. അത് ജോസ് കെ മാണി 2021 തെരഞ്ഞെടുപ്പിലാണ് LDFിലേക്ക് വന്നത്. ജോസ് കെ മാണി അതൃപ്തനാ ശരിക്കും പറഞ്ഞാൽ. ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് എം. കാരണം വേണ്ട തരത്തില് LDFില് ഒരു ഇടം കിട്ടിയില്ല എന്നാണ് ജോസ് കെ മാണി കരുതുന്നത്. ജോസ് കെ മാണി തോറ്റുപോയി, പക്ഷേ രാജ്യസഭ MP ആണ്. ഇനിയിപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുകയാണ്. LDF അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് ജോസ് കെ മാണി മനസ്സിലാക്കുന്നു. ജോസ് കെ മാണി കുറേ നാളായിട്ട് ഇങ്ങനെ LDFിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിട്ട് ഈ നിയമസഭ അടിയന്തരമായി വിളിച്ചു കൂട്ടണമെന്ന് 1 മാസത്തിന് മുമ്പ് ഇവർ ആവശ്യപ്പെട്ടു. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ വന്യജീവി സംഘർഷം. 2, തെരുവ് നായ് ശല്യം. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ മലയോര കർഷകർക്ക് വേണ്ടി രൂപീകൃതമായ ഒരു പാർട്ടിയാണ്. കേരളത്തിലെ കൂടുതൽ ക്രൈസ്തവരാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. എന്നുവെച്ചാൽ മറ്റു മതസ്ഥരില്ലെന്നല്ല, മലയോര മേഖലകളിലൊക്കെയാണ് ഈ പാർട്ടിക്ക് കൂടുതൽ സ്വാധീനമുള്ളത്. പ്രത്യേകിച്ച് കോട്ടയം, ആ ഭാഗങ്ങളിൽ, തിരുവല്ല, ചങ്ങനാശ്ശേരി, ഇങ്ങനെയുള്ള ഇടങ്ങളിലാണ്. അപ്പോൾ ജോസ് കെ മാണി വിഭാഗം ആവശ്യപ്പെടുന്ന കാര്യം 1 മാസത്തിന് മുമ്പ് ആവശ്യപ്പെട്ടു, നിയമസഭ വിളിച്ചു കൂട്ടണം ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി. അന്ന് ആവശ്യപ്പെട്ടത്, അന്ന് മുഖ്യമന്ത്രി ഇവിടെ ഇല്ല, ചികിത്സാർത്ഥം അമേരിക്കയിൽ പോയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് നിയമസഭ കൂടുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉയരാം. പക്ഷേ LDFിൽ നിന്ന് CPM ഇങ്ങോട്ട് പറഞ്ഞത് ഇത് മുന്നണിയിൽ പറയേണ്ട കാര്യമാണ്, LDF മുന്നണിയിൽ പറയേണ്ടതാണ് ഈ ഘടകകക്ഷി, അതിനു പകരം പരസ്യമായിട്ട് പറയേണ്ട കാര്യമല്ല എന്ന് പറയുകയാണ് ചെയ്തത്. എന്നിട്ടിപ്പോ 1 മാസമായിട്ടും ഈ നിയമസഭ കൂടണമെന്ന് പറഞ്ഞ ആവശ്യത്തിന് ഒരു രേഖാമൂലം ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന കാരണങ്ങളാൽ കൂടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കൂടും എന്നുള്ള ഒരു വിവരവും ഇതുവരെ കൊടുക്കാത്തത് കൊണ്ട് വീണ്ടും ജോസ് കെ മാണി അതൃപ്തനായിട്ട് തുടരുകയാണ്. ഈ അതൃപ്തി തുടരുന്നതിനും കാരണമുണ്ട്. നമുക്ക് അതിനകത്തുനിന്ന് പല കാര്യങ്ങളും വായിച്ചെടുക്കാം. കുറെ നാളായിട്ട് ജോസ് കെ മാണി LDF വിട്ട് UDFിലേക്ക് വരുമെന്നുള്ള സജീവമായ ചർച്ച നടക്കുന്നുണ്ട്, പിന്നാമ്പുറ ചർച്ച നടക്കുന്നുണ്ട്. ലീഗാണ് അതിനകത്ത് നേതൃത്വം കൊടുക്കുന്നതും. ലീഗിന്റെ സീറ്റ് പോലും ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ കൊടുക്കാമെന്നും പറഞ്ഞു. തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് സേഫ് ആയിട്ടുള്ള ഒരിടം കൊടുക്കണം. ജോസ് കെ മാണിക്കയുടെ തട്ടകം എന്ന് പറയുന്നത് പാലയാണ്. പാലയിൽ 2021 തോറ്റു. അവിടെ ജയിച്ചത് മാണി സി കാപ്പനാണ്. മാണി സി കാപ്പന് UDFിലാണ്. കാപ്പനൊട്ട് മാറിക്കൊടുക്കത്തില്ല. അപ്പോൾ ജോസ് കെ മാണിക്ക് 2 ഇടമാണ് പ്രധാനമായിട്ടും കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. ഒന്നുകിൽ കടുത്തുരുത്തിയില്, അല്ലെന്നുണ്ടെങ്കിൽ ലീഗിന്റെ സീറ്റായ തിരുവമ്പാടിയിലും കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ലീഗ് എന്ത് തരത്തിലുള്ള ത്യാഗം സഹിക്കാൻ ഇപ്പൊ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ജോസ് കെ മാണിയും കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഭരണം പിടിച്ചെടുക്കണം. 10 വർഷമായി ഭരണമില്ലാതെ നിൽക്കുകയാണ്. ഇനി അടുത്ത തവണയും 2026 അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ UDFിന് ഭാവിയില്ല. പിന്നെ മുസ്ലിം ലീഗിലുള്ളവരെല്ലാം തന്നെ ഭ്രാന്തെടുത്ത് തീർന്നു പോകും. ലോകത്ത് ചിലപ്പോൾ അങ്ങനൊരു കാര്യം സംഭവിക്കും. അധികാരം കിട്ടാതെ ഭ്രാന്ത് പിടിച്ചു പോയ ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് എന്ന് ചരിത്രത്തിൽ അവർ ഇടം നേടുകയും ചെയ്യും. കാരണം അവർക്ക് അങ്ങനെ അധികം നാളൊന്നും അധികാരം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞാലിക്കുട്ടിയും സംഘവുമാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ജോസ് കെ മാണിയെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ജോസഫ് വിഭാഗവും UDFിനകത്തുണ്ട്. കേരള കോൺഗ്രസ് കുറേ ഉണ്ടല്ലോ. നമ്മുടെ KM മാണി തന്നെ പറഞ്ഞതല്ലേ, വളരും തോറും പിളരും, പിളരും തോറും വളരുന്ന ഒരു പാർട്ടിയാണ്. ചിലപ്പോൾ ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുമ്പോൾ ഒരു വിഭാഗം വരാൻ തയ്യാറാകാതെ നിൽക്കും. അപ്പൊ അവിടെ വെച്ച് കേരള കോൺഗ്രസ് അങ്ങനെ കേരള കോൺഗ്രസ് പിളരുകയാണെങ്കിൽ അതൊന്നും വലിയ അത്ഭുതമില്ല. പിളരാതിരിക്കുമ്പോഴാണ് അത്ഭുതം. അങ്ങനെയാണ് കേരള കോൺഗ്രസ്. അപ്പോൾ എന്തായാലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ഏതാണ്ട് നവംബർ ഡിസംബർ ആകുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഒരു ചിത്രം വരും. അപ്പോൾ ഇവർ തീർച്ചപ്പെടുത്തും എങ്ങോട്ടേക്ക് ഇത്
ചായണം എന്നുള്ളത്. കാരണം UDF-നാണ് ഇപ്പോൾ ഒരു അനുകൂല സാഹചര്യം നിൽക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കിട്ടിയ UDF-ന്റെ ഒരു ആവേശം അത് നിലനിർത്താൻ കഴിയും എന്നിവർ കണക്ക് കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് 10 വർഷമായിട്ട് പിണറായി വിജയൻ ഭരിക്കുന്നു. പിണറായി വിജയനെതിരെയുള്ള ഒരു ശക്തമായ വികാരം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് UDF-ന് അനുകൂലമായി മാറും. പക്ഷെ UDF-ന് അനുകൂലമായി മാറുമ്പോഴും പ്രതീക്ഷിക്കുന്നത്ര സീറ്റൊന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം BJP ഇവിടെ അല്പം സ്പേസ് പിടിച്ചു വരികയാണ്. BJP പിടിക്കുന്ന വോട്ടെന്ന് പറയുന്നത് ഈ UDF-ന്റെ വോട്ടായിരിക്കും. ഈ UDF-ന്റെ വോട്ട് പിടിക്കുമ്പോൾ BJP പിടിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നോക്കണം. അതിനിടയ്ക്കൂടെ LDF വിജയിച്ചു കയറി പോവുകയും അധികാരത്തിൽ വരാതിരിക്കുകയും കൂടെ വേണമെന്നുള്ളതാണ്. അതിനുള്ള തന്ത്രങ്ങളാണ് പിണറായി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരണമെന്ന് UDF-നുണ്ട്. പിണറായി വിജയൻ 3ാം വട്ടവും തുടർഭരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെയെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 3ാം വട്ടവും അധികാരത്തിൽ വരാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രയത്നം നടക്കുന്നുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് LDF-ലും വലിയ ഒരു ഇടിവ് സംഭവിക്കുമെന്നുള്ളതാണ്. പിന്നെ LDF-നകത്ത് വലിയ ഘടകകക്ഷികളൊന്നും വലുതായിട്ടില്ല. CPI ആണുള്ളത്. പിന്നെ ചില ഒറ്റയാൾ പട്ടാളങ്ങൾ മാത്രമാണുള്ളത്. UDF-ലാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ജോസഫ് വിഭാഗവുമായിട്ട് ഒന്നിക്കും എന്നും പറയുന്നുണ്ട്. ജോസഫ് നേരത്തെ തന്നെ പറഞ്ഞു കേരള കോൺഗ്രസ് എല്ലാം കൂടി ഒന്നിക്കണം. എല്ലാം കൂടി ഒന്നും ഒന്നിക്കാൻ പോകുന്നില്ല. കേരള കോൺഗ്രസ് കുറെ ഉണ്ട്. ജോസ് കെ മാണി വിഭാഗം അതിന്റെ തലപ്പത്ത് ആരിയിരിക്കും അതായിരിക്കും. പിന്നെ ജോസഫ് വിഭാഗം, പിന്നെ ജേക്കബ് വിഭാഗം, ഒരു MLA ഉള്ളൂ. പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ്, പാലയിലുള്ള മാണി സി കാപ്പന്റെ പേരില് ഇങ്ങനെ നീണ്ടു പോവുകയാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ഒന്നിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഏതെങ്കിലും ഒരെണ്ണം പിളരുകയും ചെയ്യും. അപ്പൊ അതിങ്ങനെ കൂടി വരും. അപ്പൊ എന്തായാലും കേരള കോൺഗ്രസ് ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളത് ഉറപ്പാക്കാൻ പറ്റും. കാരണം ഈ ജോസ് കെ മാണി എന്ന് പറയുന്നത് അധികാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. KM മാണിയുടെ മകനാണ്. ജനിച്ച നാൾ മുതൽ ജോസ് കെ മാണി ഈ കൊടിവെച്ച കാറ് അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് കണ്ടിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ കുറെ നാളായിട്ടാണ് ഈ കൊടിവെച്ച കാറ് കാണാത്തത്. അതുകൊണ്ട് കൊടിവെച്ച കാറിൽ തന്നെ ജോസ് കെ മാണി ആജീവനാന്തം സഞ്ചരിക്കുകയുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പൊ UDF-ലേക്ക് വരാൻ പോകുന്നത്. ഇനി ഇത്തവണ UDF അധികാരത്തിൽ വരുന്നില്ലെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും സംഭവിക്കും. ഈ ഘടകകക്ഷികളെല്ലാം ഇല്ലാതായി പല വഴികളിലൂടെ പോകും. പിന്നെ 2031 വരെ കാത്തിരിക്കണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനിടയ്ക്ക് ഇവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളും പലരുടെയും പ്രായവും കൂടി വരികയാണ്. UDF തന്നെ ഇല്ലാതായി പോകും, കോൺഗ്രസ് തന്നെ ഇല്ലാതാകും, ഘടകകക്ഷികളൊക്കെ വേറെ പലതിലേക്ക് പോകും, BJP വലിയ സ്പേസ് പിടിക്കുകയൊക്കെ ചെയ്യും. ഘടകകക്ഷികൾ ചിലപ്പോൾ BJP-യുടെ ഘടകകക്ഷികളായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ജോസ് കെ മാണിയുടെ തീരുമാനം ഇങ്ങോട്ടേക്കുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ നിയമസഭാ സമ്മേളനം കൂടണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നത്.